യോഗം ആരംഭിക്കുകയാണ്. നമുക്ക് ആദ്യം ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. കൊരട്ടിക്കര ദേവസേന. ഹലോ. അനുസ്മരണ യോഗം ആരംഭിക്കുകയാണ്. ശ്രീധര മാഷ് അതിന് നേതൃത്വം കൊടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പറളി നമ്പൂതിരി സഭയുടെ സാരഥികളായിട്ട് മൺമറഞ്ഞു പോയ ആളുകളെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് ആദ്യം. നമ്മുടെ തർപ്പണങ്ങളിൽ നിത്യ സന്ധ്യാവന്ദനാദികളിലൊക്കെ തന്നെയും ഉള്ള 3 തർപ്പണങ്ങളിൽ പ്രധാനമാണ് പിതൃ തർപ്പണം. ദേവന്മാർക്കും ഋഷികൾക്കും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തർപ്പണം പിതൃക്കൾക്കുള്ളതാണ്. പിതൃദേവോഭവ എന്നാണല്ലോ പറയാം. അതുകൊണ്ട് തന്നെ പിതൃക്കൾക്കുള്ള നമ്മുടെ നമ്പൂതിരിസഭയുടെ തർപ്പണമായിട്ട് വേണം ഈ അനുസ്മരണ പരിപാടിയെ കാണാൻ. ഇത് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഈ സഭയുടെ പ്രവർത്തനങ്ങൾ, ഇതിന്റെ ഭാവിയും ഒക്കെ തന്നെ എങ്ങനെ ഏതൊക്കെ കർമ്മ മേഖലകളിലേക്ക് പോകണം, അതിന്റെ കർമ്മബദ്ധാവ് എന്താവണം എന്നതിനെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളുകളായിരുന്നു അവരൊക്കെ. സുദീർഘകാലം നമ്മളോടൊപ്പം ഉണ്ടാവുകയും ചെയ്ത് പിരിയുവാനുള്ള ഒരു അനുസ്മരണം നടത്തുക എന്നുള്ളത് നമ്മുടെ ഈ പറഞ്ഞ ചടങ്ങിന്റെ ഭാഗം കൂടിയാണ്. ഷോഡശ സംസ്കാരത്തിന്റെ ഭാഗമാണ്. പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാതെ ദേവതകൾ പോലും ഹവിർഭാഗങ്ങൾ സ്വീകരിക്കില്ല എന്നാണ് പറയാം. അതുകൊണ്ട് ഈ ബൗദ്ധായിക സ്നാനം, അതുപോലെ തന്നെ ഈ ചില ഹോമവിധികളൊക്കെ തന്നെ വേളിയുടെ ചടങ്ങൊക്കെ അത് കാണാം. അത് പിതൃക്കൾക്ക് ഒരു ചെറിയൊരു കൈബലി പോലെ ഇട്ട ശേഷം ആചരിച്ചു വന്ന ശേഷം പിന്നീട് ബാക്കികളെല്ലാം തുടങ്ങാം. അത്രമേൽ പ്രാധാന്യം നമ്മുടെ പിതൃക്കൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നമ്പൂതിരിസഭയുടെ ഈ പ്രോഗ്രാം കമ്മിറ്റി ഇങ്ങനെ ആദ്യം ഇങ്ങനത്തെ ഒരു അനുസ്മരണം സംഘടിപ്പിക്കുന്നതിനുള്ള ഔചിത്യം, അത് വേറൊരു പ്രസക്തി കൂടിയുണ്ട്. ഈ സാധാരണ പിതൃകർമ്മങ്ങളിൽ രക്തബന്ധമുള്ള ആൾക്കാരാണ് ഉണ്ടാവുക. പുറമേ നിന്ന് അധികം ആൾക്കാർ ഉണ്ടാവാത്ത അത്യാവശ്യം നല്ല അയോധികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഈ ഒരു തുടക്കത്തിൽ സഭയുടെ സഭാംഗങ്ങളും അവരുടെ ബന്ധുക്കളും പെൺകുട്ടികളും ഒക്കെ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അനന്തവിസ്തൃതമായിട്ട് ഈ പ്രപഞ്ചത്തില് അവരെ നമുക്ക് അറിയാവുന്ന പിതൃലോകത്തെ നമ്മൾ സങ്കല്പിക്കുന്നില്ല. വിഷ്ണുവാദത്തിന്റെ അടുത്തായിട്ട് ആണ് പിതൃലോകത്തെ നമ്മൾ സങ്കല്പിക്കുന്നത്. അവിടെ ഇരുന്ന് അവർ ഇതൊക്കെ വീക്ഷിക്കട്ടെ, അവർക്കുള്ള ഒരു ജലാഞ്ജലി കൂടിയാണ് ഈ സമർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ശ്രീ കൊങ്ങോർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അവർകളെയാണ് അനുസ്മരിക്കുന്നത്. ഗുരുവായൂരിന് അടുത്തുള്ള കോട്ടപ്പടിയിൽ 1931 വിഷുനാളിലാണ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പാർവതി അന്തർജനത്തിന്റെയും മകനായി ജനിച്ചു. ഉപനയനത്തിന് ശേഷം തൃശ്ശൂർ ബ്രഹ്മസമഠത്തിൽ വേദാഭ്യാസം നടത്തി. തുടർന്ന് കോട്ടപ്പടി പള്ളി സ്കൂളിലും കുന്നംകുളം സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പ്രഥമ വിദ്വാൻമാരായ എരനെല്ലൂർ നാരായണ പിഷാരടി, മുതിരിങ്ങോട് നാരായണ നമ്പൂതിരിപ്പാട്, പാലക്കാട് അപ്പു അയ്യർ എന്നിവരുടെ കീഴിൽ മൃദംഗം അഭ്യസിച്ചു. 24-ാം വയസ്സിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കച്ചേരിക്ക് മൃദംഗം വായിച്ചു. 1973 തൃശ്ശൂർ ആകാശവാണി ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം 1990 വിരമിച്ചു. പരേതനായ നന്ദിനിയാണ് ഭാര്യ. മകൻ ബാബു പരമേശ്വരൻ യുഎസിലാണ്.
പാലക്കാട് ശ്രീകൃഷ്ണപുരം KTB കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പാർവതി മലയാളം. അപ്പോൾ പരിശ്രമത്തിനെ പറ്റി പ്രത്യേകിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ചെറിയൊരു ബന്ധം കൂടി ഉണ്ട്. കാരണം അവിടെ അഞ്ചുമൂർത്തിയിൽ വെച്ചിട്ട് സംഗീത ഉത്സവം നടത്തിയപ്പോൾ പാർവതി ടീച്ചർ വന്ന സമയത്ത് ടീച്ചർ അച്ഛനുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ നമ്പൂതിരിസഭയുടെ വക ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കുന്നു. പിന്നെ പരുത്തിപ്പുറ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ഒറ്റപ്പാലം ചെറുവട്ടൂർ പരുത്തിപ്പുറ അഗ്നിശമൻ നമ്പൂതിരിയുടെയും ഉമാന്തർജനത്തിൻ്റെയും 4ാമത്തെ മകൻ. 8 വയസ്സ് മുതൽ തൃശ്ശൂർ ബ്രഹ്മസം മഠത്തിൽ ഓത്ത് പഠിച്ചു. തുടർന്ന് പാണ്ടിക്കാട് HS പോളിടെക്നിക്കിൽ പഠനം പൂർത്തിയാക്കി. അതിനുശേഷം മുംബൈയിൽ ജോലി ചെയ്തു. മുട്ടത്തേടൽ മാമണ്ണിൽ നിന്ന് ശ്രീമതി രാധാന്തർജനത്തിൽ വേടി കഴിച്ചു. 2 ആൺകുട്ടികൾ, അനിൽ, സുനിൽ. ഇവരെ പ്രത്യേകിച്ച് തുപ്പേടനൊക്കെ പറഞ്ഞാൽ ദിവസങ്ങളോളം പറയേണ്ടി വരും. ഈ ഞങ്ങൾ അധ്യാപകർ നിങ്ങൾ നിയന്ത്രണം കിട്ടില്ല. തുപ്പേടനെ പറ്റിയൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ആത്മീയ ഗുരു കൂടിയാണ് തുപ്പേടൻ. ഇപ്പോഴും തുപ്പേടന്റെ സാന്നിധ്യം പൈലം മടിയിലിരിക്കുന്ന 2 ബുക്കുകൾ, സുനിൽ നമ്മൾ എഴുതിയിരുന്ന 2 ബുക്കുകളുണ്ട്. അതിനെപ്പറ്റി പിന്നീട് പറയാം. എന്തായാലും തുപ്പേടന്റെ പാദങ്ങളിൽ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് അടുത്തത് കുളപ്പുറം അഷ്ടമൂർത്തി മാഷെ സ്മരിക്കാം. മാഷ വള്ളുവനാടിലെ പ്രസിദ്ധ നമ്പൂതിരി കുടുംബങ്ങളിൽ കുളപ്പുറത്ത് മനയിലാണ് ജനനം. കുലധർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്കൊപ്പം ആധുനിക രീതിയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസമായി SSLC കഴിഞ്ഞ് പ്രീഡിഗ്രി കേരള കോളേജിൽ ചേർന്നു. പബ്ലിക് സ്കൂളിൽ നിരവധി കാലം അധ്യാപകനായി പ്രവർത്തിച്ചു. 98 ഞാൻ ഇവിടെ ലീവ് വേക്കൻസിക്ക് വരുമ്പോൾ സാറ് ഉണ്ടായിരുന്നു, ഭാരതി ടീച്ചർ ഉണ്ടായിരുന്നു. ആദ്യം ഈ വിദ്യാലയത്തിന്റെ പടവുകളൊക്കെ കൈപിടിച്ച് കയറ്റുന്നതിൽ അഷ്ടമൂർത്തി മാഷൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മാഷയുടെ തൃപ്പാദങ്ങളിൽ നമ്മൾ പ്രണമിക്കുകയാണ്. അടുത്തത് പട്ടിക്കര ആര്യൻ നമ്പൂതിരി. 1928 ജൂലൈയിൽ പാഞ്ഞാൾ പട്ടിക്കരമന നാരായണൻ സ്വാമിയാജിപ്പണിന്റെയും കിഴിയേടത്ത് മകൾ ആര്യ പത്തിനാടിയുടെയും മകനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം പാഞ്ഞാൾ നമ്പൂതിരി വിദ്യാലയത്തിൽ നിന്നായിരുന്നു ലഭിച്ചത്. മെട്രിക്കുലേഷൻ ചേലകര സ്കൂളിൽ നിന്ന് നല്ല മാർക്കോടുകൂടി പാസ്സായി. ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിരുന്നു. പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി VD ഭദ്രപ്പാട് അക്കിത്തം MP MRP ICP തുടങ്ങിയവരോടുകൂടി പ്രവർത്തിച്ചു. അങ്കമാലി കൈപ്പുലിമലയിലെ സരസ്വതി അന്തർജനത്തിനെയാണ് വിവാഹം കഴിച്ചത്. മക്കളായി 4 പെൺമക്കളും 1 ആൺകുട്ടിയുമാണ് ഉള്ളത്. വാർദ്ധക്യ സഹകരമായ 2015 നവംബർ 21 അന്തരിച്ചു. പട്ടിക്കരയേട്ടനെയും വളരെ പള്ളിയിൽ വന്ന ശേഷം ഒപ്പം ഉണ്ടായത് പലതിനും അറിയും. അതുപോലെ ഹരിയെ പള്ളിയിൽ വരുന്നതിന് മുമ്പ് തന്നെ അറിയും. അഞ്ചുമൂർത്തിയിലെ തന്ത്രി പൂജയ്ക്ക് എപ്പോഴും ഹരിയാണ് വരിക. അങ്ങനെ പട്ടിക്കരയായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഇവിടെ വരുമ്പോഴും അടുത്തറിയാൻ പറ്റിയെങ്കിൽ പോലും അദ്ദേഹമായിട്ടും പരിചയപ്പെടാൻ സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാദങ്ങളിലും നമ്പൂതിരിസഭയുടെ ഈ ഒരു അനുസ്മരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പാദ നമസ്കാരം ചെയ്യുകയാണ്. അടുത്ത അനുസ്മരണത്തിന് വേണ്ടി അനിയേട്ടനെ ഹലോ. എനിക്ക് ഈ ഒരു ദിവസം മാസം അവരെ അനുസ്മരിച്ചാൽ പറയാം. ഞാൻ എല്ലാ ദിവസവും അവരെ അനുസ്മരിക്കാറുണ്ട്. പലരെയും മുത്താപ്പനെയതെ, കശീമതെ, പിന്നെ പാലാക്കർ വാസുദേവന്റെ അതെ, ഉണ്ണിമാണി അതെ. പക്ഷേ നമ്മള് പറയുന്ന മുത്തപ്പൻ വേറൊരു ആധ്യാത്മിക തലത്തിൽ വേറെ ഉയർന്ന തലത്തിലാണ്. കാരണം സാക്ഷാൽ ചിന്മയാനന്ദ സ്വാമികളുടെ ഒന്നും എവിടെയാണ് പോകാറുള്ളത്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. അതിലുപരി നമ്മുടെ കേരളത്തിലെ ഒരു വ്യവസായ സംസ്കാരം ഉള്ളിടത്ത് ഈ ഏരിയയിലാണ്. അതായത് ഒറ്റപ്പാലം, ഷൊർണൂര്, എടത്തറ. അവിടെ എന്താ വെച്ചാൽ ഇരുമ്പ് പണിക്കാർ കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഈ കുമാർ ഇൻഡസ്ട്രീസ്, സിംകോ, അതുപോലെ പച്ചയ്യപ്പ, അങ്ങനെ കുറച്ചുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മഹത്വം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം നമ്മൾ ഈ യാതൊരു പശ്ചാത്തലമില്ല. നമുക്ക് നമ്പൂരിമാരുടെ അത്ര കുറവാണല്ലോ പശ്ചാത്തലം, ഈ വ്യവസായ പശ്ചാത്തലം. പക്ഷെ മാധവൻ നായർ പറഞ്ഞൊരു മഹാനായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആ ബിസിനസ്സിലൊക്കെ കുറച്ച് വീഴ്ച വന്നപ്പോൾ മുത്തപ്പനെ സമീപിച്ചതാണ്. അന്നാണ് അദ്ദേഹം 1 ലക്ഷം രൂപ കൊടുത്തു. എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യത്തിന് ഏതാണ്ട് 47-48 കാലത്താണ്. അപ്പൊ അന്നൊക്കെ എല്ലാവരും നമ്പൂരിമാർ പറഞ്ഞു അദ്ദേഹത്തിനെ എല്ലാവരും കുറ്റപ്പെടുത്താണ്ടാവുമല്ലോ. പക്ഷെ എന്നാലും ആ നന്മ കൊണ്ടാണ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത്. പിന്നെ ഞാനൊക്കെ എനിക്ക് കാണുമ്പോൾ അദ്ദേഹം വലിയ നിലയിലായി. പക്ഷെ എന്നാൽ പോലും ആ
EMS-ന് 4 മെമ്പേഴ്സാണ്. EMS-ന് ഏറ്റവും അധികം അടുപ്പുണ്ടായിരുന്നത് മുത്തപ്പനോട് തന്നെയായിരുന്നു, ഒരുപാടിനായിരുന്നു. ഞാൻ പലയിടത്തും അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്, EMS ഒരുമിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ വേറെ വിഷയമാണ്. അപ്പം എന്തായാലും സ്മരിക്കപ്പെടേണ്ട ഒരു മഹാൻ തന്നെയാണ് ശ്രീ ധർമ്മപുരിപ്പാട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മുത്തശ്ശിമ എന്ന് പറയുന്ന ഏറെ പാർവതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവർക്ക് വേറൊരു പാരമ്പര്യമുണ്ട്. പൂളവട്ട മകളാണ്. അതുപോലെ സാക്ഷാൽ കാണിപ്പയ്യൂർ ശങ്കരന ഭൂരിപ്പാടിൻ്റെ മരുമകളും കൂടിയാണ് ഇത്. അങ്ങനെ ഒരു പ്രാധാന്യം കൂടിയുണ്ട് ഇവിടെ. അവിടെ അതും വലിയൊരു തന്നെയാണ്. പക്ഷേ രണ്ടുപേരും എന്താ പറയുക, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയില്ലേ, അത്രയും ഇണങ്ങിയിട്ട് വേണം. ആര് പോയാലും ആതിഥ്യമര്യാദയും ഒക്കെ ഉള്ള മുത്തശ്ശിമായിരുന്നു പാർവതി. ഇത് ഉണ്ണിയമാനെ ഏലക്കുളം പരമേശ്വരൻ ഭൂരിപ്പാട് ഞാൻ പറഞ്ഞ കാര്യത്തിലെ ഉണ്ണിയമാനെ പലപ്പോഴും അറിയാം. ഇത്രയും എന്താ പറയുക, ആധ്യാത്മികമായിട്ട് വേറൊരു തലത്തിൽ ഉയർന്നാലും നമ്മൾ കാണില്ല. അതുപോലെ എല്ലാവരെയും സഹായിക്കണം മനസ്സിൽ ഒക്കെ ഉള്ള ആളാണ്. എനിക്ക് പോലും പല സംശയങ്ങളും ഞാൻ ചില പുസ്തകങ്ങൾ എഴുതിയപ്പോൾ ചോദിച്ചപ്പോൾ ഉണ്ണിയമാനാണ് പറഞ്ഞു തന്നെ. അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം ഉള്ളൂ, പക്ഷെ അതൊന്നുമല്ല കാര്യങ്ങൾ. വളരെ ആഴ്ന്ന് ഇറങ്ങിയിട്ട് സബ്ജക്റ്റിൽ ആഴ്ന്ന് ഇറങ്ങിയിട്ട് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ കഴിവും അതുപോലെ ആത്മാർത്ഥതയും അതൊക്കെ വളരെ പ്രശംസനീയമാണ്. എന്നെ സംബന്ധിച്ചല്ല, നമ്മളെല്ലാവരെയും സംബന്ധിച്ച് അതൊരു നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. പക്ഷെ 86 വയസ്സ് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്താ കാര്യം കിട്ടും. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ ആദരപൂർവ്വം സ്മരിക്കുന്നു. ഇനി പാലക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാടാണ്. വേറെ ഇത് എങ്ങനെ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല. ഇതിലും വേറെ ഇതേപോലെ തലത്തിൽ ഉയർന്ന ഒരാളാണ്. ആധ്യാത്മികമായിട്ട് ഇത്ര ഉയർന്ന ഒരാള് നമ്മളെ നമ്പൂരി സമുദായത്തിൽ ഉണ്ടാവില്ല. പലരോട് പറഞ്ഞിട്ടും തന്നെ ഞാൻ അടുത്തറന്ന പറയുമ്പോൾ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ ആരാ ചോദിക്കുക, അങ്ങനെ ചോദിക്കാം. അങ്ങനെ എനിക്ക് അഡ്രസ്സ് എന്തൊക്കെയായിട്ട് അഡ്രസ്സ് എന്നല്ലാതെ. അപ്പൊ ഇത്രയും ആത്മീയമായിട്ട് ഉയർന്നിട്ടും ഇത്രയും എന്താ നന്മയുള്ള ആളും ഇത്രയും താഴ്മയുള്ള ആളും ഒരു 50 കൊല്ലമായിട്ട് എനിക്കറിയാം വാസുദേവനെ. അദ്ദേഹത്തിനെ പറ്റി പറയാൻ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ നമ്പൂതിരി സഭയുടെ പയ്യ് 25ാം വർഷം ആഘോഷിക്കാൻ നമുക്കൊരു കാരണമാക്കി തന്നത് ഇവരെ പോലെയുള്ള മഹാന്മാരുടെ ദൃശ്യമായിട്ടുള്ള സാന്നിധ്യവും അദൃശ്യമായിട്ടുള്ള സാന്നിധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ ശ്രീധരമാഷൂടെ സൂചിപ്പിക്കലുണ്ടായി നമ്മുടെ മൺമറഞ്ഞു പോയ പൂർവികരെ പറ്റിയുള്ള പിതൃക്കള്. ഇപ്പൊ അടുത്ത് ഇന്നലെ മിനിഞ്ഞാന്നോ എവിടെയോ വായിച്ചായിട്ട് എനിക്ക് എവിടുന്നറിയില്ല. ദേവലോകത്തിനും മനുഷ്യലോകത്തിനും ഇടയിലാണ് പിതൃലോകം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പിതൃക്കള് നമുക്കൊരു രക്ഷാകവചമായിട്ടാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ദേവതകൾക്കുള്ള സന്തോഷങ്ങളോ സന്താപങ്ങളോ നമുക്ക് ഏൽക്കാതിരിക്കാനുള്ള ഒരു കവചം കൂടിയായിട്ട് പിതൃക്കള് അവിടെ നിൽക്കുന്നുണ്ടെന്നാണ്. അപ്പൊ പിതൃക്കളുടെ സന്തോഷം അത്രയധികം നമ്മുടെ കാരണവന്മാരെന്ന് വിചാരിച്ചാൽ മതി. അവരുടെ സന്തോഷമാണ് നമുക്ക് പലപ്പോഴും ഒരു കവചമായിട്ട് നിൽക്കുന്നത്. ഇപ്പോ എനിക്ക് പറയാൻ ഏൽപ്പിച്ചുള്ള ഡാറ്റ എനിക്ക് വായിക്കാൻ പറ്റില്ല, കാരണം ഡേറ്റുകൾ അതൊന്നും വായിക്കേണ്ടി വരും. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കലാവും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഡാറ്റ അവിടെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. കോലയാട്ട് ദാമോദരൻ മൂസ ഈ പേരടക്കം ചിലപ്പോൾ എനിക്ക് തപ്പേണ്ടി വരും. കാരണം മൂസേട്ടൻ എന്നുള്ളൊരു ഇതിലാണ് എനിക്കധികം പരിചയം. മൂസേട്ടനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് കൽക്കത്തയിൽ വെച്ചിട്ടാണ്. ഒരു പേഷ്യൻ്റായിട്ട് ഞാനത് പറയാൻ ഓരോ വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പേഷ്യൻ്റായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്. സംസാരിച്ചോ ആ കാലഘട്ടത്തിലെ മലയാളി എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി എളുപ്പം വന്നു. എവിടെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ പഠിപ്പിച്ച
രണ്ട് മാസ്റ്റർമാർ മൂസാറും ശർമ്മ സാറും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചും കൂടി എളുപ്പമായി. അദ്ദേഹം അവിടേക്ക് വരാൻ പറയാറുണ്ട്. അങ്ങനെ പോയില്ല. പേഷ്യൻസിന്റെ അടുത്തേക്ക് നമ്മൾ അത്ര അടുപ്പുണ്ടെങ്കിലല്ലേ കൂടുകൊണ്ട് പോയത്. ഒരു തവണ എന്നെ പറഞ്ഞാൽ അവിടെ വരണം എന്ന് തോന്നുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ അവിടേക്ക് പോകുന്നത്. അന്നാണ് അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വം എനിക്ക് ശരിക്കും മനസ്സിലായത്. അതൊരു സന്ദർഭം ഒരു വ്യക്തികളെ വ്യതിരിക്തമാക്കുന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. ആ മൂസേട്ടൻ പലർക്കും ഇവിടെ കാണുന്നത് അല്ലാത്തൊരു ഭാഗം അദ്ദേഹത്തിനുണ്ട് എന്ന് പറയാൻ കൂടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വന്നവിടെ SBMന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂരിന്റെ അവിടുത്തെ ഏറ്റവും വലിയ ബ്രാഞ്ചാണ് അവിടെ. അതിന്റെ മാനേജറായിട്ട് ഇരിക്കുകയാണ്. അതവിടെ ചെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഈ ബാങ്ക് എക്സിക്യൂട്ടീവ് സ്റ്റൈലില് സ്വന്തം കൂട്ടും എല്ലായിട്ട് വളരെ നമുക്ക് ഞാൻ തന്നെ എനിക്കെന്റെ അകത്തേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിൽ ഞാൻ പുറത്തു നിന്നു. കാരണം ആ ഒരു ലെവലിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് ഡോക്ടർ വന്നിട്ട് തോന്നുന്നു. ഞാൻ അന്നേക്ക് എത്തുമ്പോ ഇദ്ദേഹം അകത്തുന്ന ഒരു വരവുണ്ടായില്ല. അതാണ് എന്റെ മനസ്സിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്തത്. ഒരു കാവി മുണ്ട് ഈ മുട്ടിന്റെ താഴത്തേക്ക് നിന്ന് ഞെരിയേണ്ട മീതയ്ക്ക് നിൽക്കുന്ന പോലെ ചിരിയില്ല. ഒരു ജൂബി. ഈ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഹൈ ലെവൽ ടോപ്പ് ലെവൽ കണ്ടിട്ടാണ് ഇദ്ദേഹം ഇവരുടെയും മീതാണ്. അദ്ദേഹം ആ ഒരു വരവ് എന്റെ മനസ്സിൽ അത്രയ്ക്ക് സ്ട്രൈക്ക് ചെയ്തു. അന്നാണ് അദ്ദേഹമായിട്ട് എനിക്ക് ആ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അടുപ്പം നൽകിയത്. അങ്ങനെ വളരെ പിന്നെ അത് തുറന്നു വന്നു. ഞാൻ നാട്ടിലേക്കായി. പിന്നെ അദ്ദേഹം SDM വിട്ട് ഇവിടെ യൂണിയൻ ബാങ്കിൽ ചേർന്നു. അങ്ങനെ ആ ഒരു അടുപ്പം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ പാർലിയിലേക്ക് വന്ന് സ്ഥലം മേടിച്ച് താമസിക്കാനുള്ള കാരണം. അതിന്റെ ആ ഒരു ഇതിലും അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം ഈ പാർലിയിൽ വീട്ടിലുണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ പറ്റിയിട്ട് മാത്രം പറയാൻ നിർത്താം. പലർക്കും അദ്ദേഹം ആ പുറമെ കാണുന്നതല്ലാണ്ട് അദ്ദേഹത്തിനോട് ഈ എക്സെൻട്രിസിറ്റി എന്നൊക്കെ പറയും. അത് പലർക്കും നമുക്ക് ദഹിച്ചോണമെന്നില്ല. സാധാരണ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അത് പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ എന്താണ് ഇങ്ങനെയെന്നുള്ളത് നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാവും. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് മൂസേട്ടൻ. അദ്ദേഹം കുറെ ധാരാളം എഴുതിയിട്ട് പലതും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലത്തെ അദ്ദേഹത്തിന്റെ ഒരു 2-3 സ്ട്രൈക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. ഒന്നാണ് there is no waste. അദ്ദേഹത്തിന്റെ വലിയൊരു കൺസെപ്റ്റ് ആണ് there is no waste in this world. ലോകത്തില് ഒരു ഉപേക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള ഒന്നുമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹം പറയാറുണ്ട്. പിന്നൊന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് if there is a problem there is a solution. If there is no solution then that is not a problem. That's a fact. അതൊരു വലിയൊരു കാഴ്ചപ്പാടാണ്. ഒരു പ്രശ്നം വെച്ചാൽ അതിന് പരിഹാരമുണ്ട്. പരിഹാരം വിചാരിച്ചാൽ അത് പ്രശ്നമില്ല, അതൊരു വസ്തുതയാണ്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഈ ഇതേപോലെ തന്നെ പറയേണ്ടതാണ് ഇദ്ദേഹത്തിന്റെ വൈഫ്. അദ്ദേഹം പലർക്കും എത്രത്തോളം പേർക്ക് അറിയുന്നറിയാം. പുന്നശ്ശേരി നീലകണ്ഠസ്വാമിയുടെ പുന്നശ്ശേരി ഇല്ലാത്തയാണില്ല. അത് എത്രത്തോളം പേർക്ക് അറിയുന്നറിയില്ല. പട്ടറിയ പുന്നശ്ശേരി നമ്മുടെ ഇല്ലാത്തയാണ്. എന്റെ അറിവ് ശരിയാണെന്ന് വെച്ചാൽ പേരക്കുട്ടിയാണ്. ഈ മൂസേട്ടനെ കൊണ്ട് ഇവർ ഇത്രയും കാലം നടന്നു പോകണം അവരെ വലിയ കേരളം. അതാണ് എനിക്ക് ശരിക്കും പറയേണ്ട ഒരു കാര്യം. അത്രയും കാലത്തെ പരിചയമായിരുന്നു. ആദ്യം മൂസേന്റെ വൈഫാണ് പോയത്. പിന്നെ മൂസേട്ടൻ പോയി. ഇപ്പൊ കുട്ടി മാത്രമേ ഉള്ളൂ. കുട്ടി നാളെ വരുന്നത് വിചാരിക്കുന്നു. ഭാസ്കരേട്ടനെ ഇതേപോലെ എനിക്ക് മുമ്പ് കണ്ടിട്ടോ എന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷെ എനിക്ക് അധികം പരിചയം നൽകുന്നത് എന്റെ വിവാഹത്തിന് ശേഷമാണ്. നമ്മുടെ നെടുപ്പള്ളിയിലാണ് അവരിവിടെ താലൂരാണ് ഉണ്ടായിരുന്നത്. അതിനടുത്താണ് ഇവര് ഭാസ്കരേട്ടൻ ഉണ്ടായിരുന്നത്. അപ്പൊ നെടുപ്പള്ളി ചെന്നാൽ നമ്മുടെ ഓരോ ചിട്ടകളുടെ ഒരു ചിട്ടയാണ് കുടലാറ്റോർത്ത് പോവാന്നുള്ളത്. ഭാസ്കരേട്ടനെ പേഴ്സണായിട്ട് അറിയാം. പക്ഷെ ഈ ഇദ്ദേഹത്തിന് എഴുതിയത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയ്ക്കധികം അറിയില്ലായിരുന്നു എന്നുള്ളതാണ് കാര്യം. അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തി മണ്ഡലങ്ങളോ ഒന്നും എനിക്ക് അത്ര അറിയില്ലായിരുന്നു. കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും അതിന്റെ ആ ഒരു ആഴത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എനിക്ക് മനസ്സിലായത്.
അവസാനം വരെ ഞാൻ ആ നെടുപടി പോകുമ്പോൾ കൊടുവായൂരത്ത് പോവുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അദ്ദേഹമായിട്ടുള്ള അടുപ്പവും അത് അത്രയ്ക്കധികം ഉണ്ടായിരുന്നു. ബാബുട്ടൻ്റെയും കുബേരേട്ട അച്ഛൻ ഇദ്ദേഹത്തിന് അത് ഇവിടെ പറഞ്ഞു എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അർദ്ധ സഹോദരനല്ല ഇരട്ട സഹോദരൻ്റെ മകളെയാണ് എൻ്റെ ആദ്യം പേടിച്ചിരിക്കുന്നത്. അത് വന്ന മുതൽ തന്നെ അവിടെ ഇവര് ഇല്ലത്ത് പോയിട്ടും ഒക്കെ അദ്ദേഹത്തിനെ പരിചയമുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടും അതെ നല്ലോണം ഇവിടെ വന്നിട്ട് കാണാറുണ്ട്. ബാബുട്ടിനെ കേട്ടറിയാം. അദ്ദേഹത്തിന്റെ പൂജകളുടെയാണ് ഞാൻ കുറെ അധികം കൂടി ശ്രദ്ധിച്ചിരിക്കുന്നത്. അതിലുള്ള ഒരു അറിവും അത് ചെയ്യാനുള്ള നിഷ്ഠകളും ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഭർത്താനായിട്ട് ഇതേപോലെ സത്യം പറഞ്ഞാൽ എനിക്ക് പള്ളിയിൽ വന്നിട്ട് തന്നെയാണ് അധികം പരിചയമായിരിക്കുന്നത്. രാജേശ്വരിയോടും ഇവരെയൊക്കെ നല്ലോണം ആ ഒരു ഇതിലാണ് ഭർത്താനെ അധികം പരിചയമായിരിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ കോട്ടയ്ക്കില് ഈ രാജേശ്വരിയുടെ സഹോദരി ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ താമസിച്ചവന് അങ്ങനെ അടുപ്പം കുറേ കൂടി ഉണ്ടായിരുന്നു. അവസാനം വഴി ഞാൻ ധാരാളം പോയി കാണേണ്ട ആവശ്യം വരുന്നതെല്ലാം ഉണ്ടായിരുന്നു. രാജേശ്വരിയുടെ കൂടെ വന്നിട്ടുമുണ്ട്. ഇവരെല്ലാം സ്മരിക്കുക, ഇവരെല്ലാം അനുഗ്രഹം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ പുതിയ ആളുകൾക്ക് അദ്ദേഹത്തിന് അത്ര പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പാർത്ഥസാരഥി മൻസൂറിൻ്റെയൊക്കെ അച്ഛനാണ്. അദ്ദേഹം പോസ്റ്റൽ സർവീസിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 1933 ജനനം. പള്ളി ഹൈസ്കൂളിൽ നിന്നും 1950 ആദ്യ ബാച്ചിൽ SSC പാസ്സായി. പള്ളി സ്കൂള് നിലവിൽ വന്നതിന് ശേഷം അന്നു മുതൽ ഇദ്ദേഹം ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ പാകിസ്ഥാനിലെ അച്ഛനെ പറയുന്നതിന് മുന്നേ ശരിക്കും പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛനെ പറയുന്നതാണ്, അച്ഛനെ പറയുന്നതാണ് ശരിക്കും പറഞ്ഞെങ്കിൽ. 1999 നമ്മുടെ പള്ളി നമ്പൂതിരിസഭ രൂപീകൃതമായപ്പോൾ ഏറ്റവും സീനിയർ മോശമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു പാകിസ്ഥാനിന്റെ മുത്തശ്ശൻ. അദ്ദേഹത്തിന്റെ പേര് വാസുദേവൻ നമ്പൂതിരി എന്നാണ്. അതുപോലെ തന്നെ അവരുടെ അതായത് പരമേശ്വരൻ നമ്പൂതിരിയുടെ സഹോദരിയായിട്ടുള്ള പാർവതി അന്തർജനം കല്ലേക്കാട് സ്കൂളിലാണ് കാണുമ്പോൾ കല്ലേക്കാട് സ്കൂളിലെ ടീച്ചറായിരുന്നു. അവരും തന്നെ നമ്മുടെ പള്ളി നമ്പൂതിരി സഭയിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിട്ട് വളരെയധികം ഇത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. നല്ല ഒരു കുടുംബാംഗമായിട്ട് പള്ളി നമ്പൂതിരി സഭയ്ക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർ അശ്രാന്തം പരിശ്രമിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അടുത്തത് പൊതുവായ ദാമോദരൻ കടന്നിരിപ്പാട്, അതായത് നമ്മുടെ പൊതുവായതിനെ പറ്റിയിട്ട് ആരോടും പറയണമെന്നില്ല. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ആ നന്മയും അതുപോലെ സ്നേഹവും അനുഭവിച്ചിട്ടുള്ള എല്ലാവരും ഉണ്ട്. ഈ പള്ളി നമ്പൂതിരി സഭയില് പൊതുവായതിന്റെ നന്മയും അതുപോലെ സ്നേഹവും അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. ഏതൊരു കുട്ടികളോടും അല്ലെങ്കിൽ പ്രായത്തിലുള്ള ആൾക്കാരോടും വളരെയധികം നല്ല രീതിയിൽ ഇടപെട്ട് നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിത്വം കൂടി ഉണ്ടായിരുന്നു പൊതുവായിട്ട്. ഈ പള്ളി നമ്പൂതിരി സഭയുടെ 99 രൂപീകൃതമായപ്പോൾ പ്രസിഡന്റായിട്ട് അന്ന് അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. ട്രഷററായിട്ട് എനിക്ക് ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചാരിതാർത്ഥ്യം കൂടിയുണ്ട്. അദ്ദേഹം BSNL ജോലിക്കാരനായിരുന്നു. 1953 ടെലിഫോൺ എക്സ്ചേഞ്ച് മഹാരാഷ്ട്രയിലാണ് ജോലിക്ക് പ്രവേശിച്ചത്. 92 39 കൊല്ലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് 3 പെൺമക്കളും ഒരു ആണാണ് ഉള്ളത്. അവരുടെ സ്നേഹവും വാത്സല്യവും ഈ പള്ളി നമ്പൂതിരി സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കാറുണ്ട്. അതുപോലെ തന്നെ 2023 ജനുവരി 17 ഉദായകൻ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ സ്മരണകൾക്കും ഈ പള്ളി നമ്പൂതിരി സഭ എന്നും നമിക്കുന്നു. പൊതുവായ പാർവതി അന്തരിച്ചത് ഉദായകന്റെ വൈഫാണ്. കീഴോട്ടുകര കടലായിലെ മഹാണ്. കീഴോട്ടുകര കടലായി വാസുദേവന്റെയും ശ്രീദേവേന്ദ്രന്റെയും ഒക്കെ മകൻ.
പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1960 വിവാഹം, 3 പെൺമക്കളും ഒരു മകനും. 2018 ഫെബ്രുവരി 2 മരിച്ചു. അതുപോലെ തന്നെ പൊതുവായ ചിത്രഭാഗം ഭട്ടതിരിപ്പാട്. ഭാര്യയുടെ എന്ന് പറയുന്നതാണ് എളുപ്പം എല്ലാവർക്കും. കാരണം വളരെയധികം സാത്വികനും അതുപോലെ തന്നെ വളരെ തമാശ രൂപേണ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ആദ്യത്തെ പള്ളി നമ്പൂതിരിസഭയുടെ വാർഷികാഘോഷങ്ങളിൽ വളരെയധികം ആക്റ്റീവായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഗവൺമെൻറ് പോളിടെക്നിക്കൽ ഡിപ്ലോമ ലഭിച്ചതിന് ശേഷം AMI കോഴ്സ് പാസ്സായി മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ ചെയ്തു. 1969 ശ്രീമതി വത്സല തെക്കാട് മഹൾ വേളി കഴിച്ചു. ഏട്ടനായ PND ഭട്ടതിരിപ്പാടിനോട് കൂടെ എടക്കരയിൽ താമസമാക്കി. 2 മക്കളാണുള്ളത്, സ്മിത രാജീവ്, രവി ചിത്രപാലൻ. ഇവരുടെ എല്ലാം സ്മരണകൾക്ക് മുമ്പിൽ എന്നും ഈ പള്ളി നമ്പൂതിരിസഭ എന്നും കടപ്പെട്ടിരിക്കുന്നു, നിർമ്മിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി നമ്മൾ സ്മരണാഞ്ജലി അർപ്പിക്കാൻ പോകുന്നത് എടമന ശ്രീ EM ശ്രീധരൻ നമ്പൂതിരിപ്പാട്. കൊടുത്തിരിപ്പുള്ളിയിലായിരുന്നു താമസം. നമ്മുടെ രാമേട്ടൻ്റെയും ഹരിയേട്ടൻ്റെയും അച്ഛനാണ്. 23/9/1928 ജനനം. കൂടൂർ, കൊടുത്തിരിപ്പുള്ളി കൂടൂരാണ് താമസം. ബോംബെയിൽ 4 കൊല്ലം പോയിഷ ഇന്റർനാഷണൽ കമ്പനി അങ്ങനെ ഒരു കമ്പനിയിൽ മാനേജറായിട്ടും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് പള്ളി സ്കൂളിൽ 2 കൊല്ലം അധ്യാപകനായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ 24 കൊല്ലം അധ്യാപകനായിട്ട് ജോലി ചെയ്തു. അതാണ് പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ എന്ന് പറയുന്നത്. ജനുവരി 2013 വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അന്തരിക്കുകയും ചെയ്തു. അടുത്തതായിട്ട് എടമന ശ്രീ EM അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട്. വളരെയധികം സന്തോഷം ഇദ്ദേഹത്തിൻ്റെ 2 വാക്ക് പറയാൻ സാധിച്ചതിൽ. കാരണം എൻ്റെ ഗുരുനാഥനാണ്. പള്ളി സ്കൂൾ അധ്യാപകനായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. 8ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചറൊക്കെ ആയിരുന്നു. ഡിസംബർ 15, 1937 ജനനം. പാലക്കാട് കൊടുത്തിരിപ്പുള്ളി കൂടൂരിൽ താമസിച്ചു. അദ്ദേഹം 32 കൊല്ലം പള്ളി സ്കൂൾ അധ്യാപകനായിരുന്നു. 993 ഹെഡ് മാസ്റ്ററായിട്ടാണ് വിരമിച്ചത്. 15/10/2017 ഒക്ടോബർ 2017 അദ്ദേഹത്തിൻ്റെ നിര്യാണം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു. അടുത്തതായി മാനവള്ളി ശ്രീ ആര്യാദേവി എന്ന ജനം. നമുക്ക് എല്ലാവർക്കും അറിയാം, ചന്ദ്രേട്ടൻ്റെ അമ്മയാണ്. ഇരിഞ്ഞാലക്കുട പടിയൂർ വാസുദേവൻ നമ്പൂതിരിയുടെയും സാവിത്രി അന്തർജനത്തിൻ്റെയും 5ാമത്തെ സന്തതിയായി 1930 ജനനം. ഇരിഞ്ഞാലക്കുട ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായി. 1949 മാനവള്ളി T. രവി നമ്പൂതിരിയെ വെളിയൊഴിച്ചു. ആദ്യ പ്രസവത്തിൽ ഇരട്ടകളായിരുന്നു, അവര് ഉണ്ടായില്ല. പിന്നീട് 4 ആൺമക്കളാണ് ഉണ്ടായത്. അതിൽ ചന്ദ്രേട്ടൻ മൂത്ത ആളാണ്. 2002 അച്ഛൻ മരിച്ച് 1 വർഷത്തിന് ശേഷം പറളിയിലെത്തി ചന്ദ്രേട്ടൻ്റെ കൂടെ താമസമുണ്ടായിരുന്നു. 2015 മാർച്ചിൽ ആര്യാദേവി അന്തർജനം നമ്മളെ വിട്ടുപിരിഞ്ഞു. അവരുടെ സ്മരണയ്ക്ക് മുമ്പിലും നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അനുസ്മരിച്ചുകൊണ്ട് ആ അനുസ്മരണമാണ് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളാണ് നമ്മളെ ഇന്ന് ഈ നിലയിലെ 25ാം വാർഷികത്തിൽ എത്തി നിൽക്കാൻ നമ്മളെ സഹായിച്ചത്.
അവരെ എല്ലാവരെയും പ്രണമിച്ചുകൊണ്ട് ഈ അനുസ്മരണ യോഗം അവസാനിക്കുകയാണ്. ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത, ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. ഇനി പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ ഡിജിറ്റൽ വർക്ക് ചെയ്തത് പൊതുവായ ഋഷികേശാണ്. അപ്പോൾ ഋഷികേശിന് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഇങ്ങനെ നല്ലൊരു വർക്ക്, ഇതുപോലെ എത്ര നല്ലൊരു വർക്ക് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല തോന്നുന്നു, ഡിജിറ്റൽ വർക്ക്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും ഋഷികേശിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. Two.